ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷുവൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കെങ്ങനെ ഇതൊന്ന് ചെയ്തിട്ടെടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് കുറച്ച് നാടൻ മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ മാങ്ങ ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ നല്ല നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കുക. അതായത് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ തൊലിയൊക്കെ ഒന്ന് ഇതുപോലെ കളഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ മാങ്ങേൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ മാങ്ങയൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഐറ്റം ഒന്ന് റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കട്ടെ. അപ്പോൾ ഇതാ മാങ്ങ ഓരോന്നായിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മളൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ മാങ്ങ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ടൈം ഒന്ന് വേവിച്ചെടുക്കാം. അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഒരു ശർക്കരപ്പാനി റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഒരു ശർക്കര ഉരുക്കിയിട്ട് ആ ഒരു ശർക്കരപ്പാനിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു മാങ്ങ വേവിച്ചെടുക്കുകയാണ്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തൈരും കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മാങ്ങ നന്നായിട്ട് തന്നെ തിളച്ചിട്ട് ശർക്കരപ്പാനിയും മാങ്ങയും കൂടെ നന്നായിട്ട് തന്നെ കുറുക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മാങ്ങയൊക്കെ നല്ല വേവായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു അരപ്പും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഇത് അധികം ടൈമൊന്നും തിളപ്പിച്ചെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെയ്യ് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. പിന്നീട് നമ്മളിതിലേക്ക് കുറച്ച് കടുക്, ഉലുവ, വറ്റൽമുളക് എല്ലാം കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചിട്ടെടുത്തിട്ട് ഇതും കൂടെ നമുക്കൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വറവിട്ടെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വറവിട്ടെടുത്ത ഉടനെ നമ്മളൊന്ന് കുറച്ച് ടൈം ഒന്ന് അടച്ച് വെക്കുക. പിന്നീട് തുറന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് എടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വിഷുവൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിഷു സദ്യയിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ നിങ്ങൾ ഈ ഐറ്റം റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കൂട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.